ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശരിക്കും ഒരാൾ നമ്മളെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ലക്കാണല്ലേ. നമുക്ക് ഒരാളെ നിർബന്ധിപ്പിച്ച് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. പിന്നെ നമ്മൾ അവരിങ്ങനെ ചേസ് ചെയ്ത് അവരുടെ പുറകെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ഓർത്തിരിക്കും? ഇല്ല, ശല്യം എന്ന് വിചാരിച്ച് വേണമെങ്കിൽ ഓർത്തിരിക്കും, അല്ലാതെ സ്നേഹത്തോടെ അവർ നമ്മൾ ഓർത്തിരിക്കുകയൊന്നുമില്ല. അപ്പൊ ശരിക്കും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ നമ്മളെ സ്നേഹത്തോടെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ? എനിക്ക് സൈക്കോളജിയിൽ ചില ട്രിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നമ്മളെ ഓർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ബി ഇമോഷണലി ജെന്യുവൻ. അതായത് നമ്മൾ നമ്മുടെ പാർട്ട്ണറോട് പെരുമാറുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് വളരെയധികം ജെന്യുവൻ ആയിട്ടാവണം എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പം നമ്മൾ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് അവരായിട്ട് ഷെയർ ചെയ്യുന്നു, നമ്മളുടെ തോട്ട്സ് അവരുടെ അടുത്ത് പറയുന്നു. അപ്പം നമ്മൾ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫേക്ക് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ പറയുക, അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയോളജീസ് എന്തൊക്കെയാണോ അതിന് മാച്ചിങ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. അവിടെ നമ്മൾ ശരിക്കും ഫേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഉള്ളത്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതുപോലെ നിങ്ങൾ അവരുടെ അടുത്ത് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഇപ്പം നിങ്ങൾ റിയൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ കുറച്ച് അറിവ് കുറവുള്ള ആളാണെന്ന് വിചാരിക്കാം. അപ്പോൾ മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു ഫീൽഡിൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ച് അറിയുന്നത് കുറവാണ്. നിങ്ങളുടെ പാർട്ട്ണർ മേ ബി ഇംഗ്ലീഷിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ അവരുടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലപോലെ ഇംഗ്ലീഷ് അറിയുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നല്ല അറിവുള്ള പോലെ അവരോട് സംസാരിക്കുന്നതിൻ്റെ പകരം നിങ്ങൾ അവരോട് ജെന്യുവൻ ആയിട്ട് പറയണം, എനിക്ക് ഇംഗ്ലീഷിൽ കുറച്ച് ഇത് കുറവാണ്, നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ഓൾറെഡി അതിൽ കുറച്ച് അറിവ് കുറവാണെന്നുള്ളത് അവരോട് ജെന്യുവൻ ആയിട്ട് പറയുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾ ജെന്യുവൻ ആണ് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരിക്കും. സോ ഇത് ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. പല ആളുകൾക്കും പല രീതിയിലായിരിക്കും കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. ഇപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങൾ കൊണ്ടും പെർഫെക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നമ്മൾ വീക്ക് ആണെന്നുണ്ടെങ്കിൽ മേ ബി നമ്മുടെ പാർട്ട്ണർ ആ ഒരു സൈഡിൽ ഭയങ്കര നല്ല കഴിവുള്ള ആളുകളായിരിക്കും. മേ ബി അവരുടെ വീക്ക് സൈഡ് മേ ബി നമ്മളുടെ നമുക്ക് നല്ല കഴിവുള്ള ആ ഒരു ഫീൽഡ് ആയിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100% പെർഫെക്റ്റ് ആയിട്ട് ആരും ഇല്ല ഈ ലോകത്ത്. സോ അവരുടെ മുന്നിൽ നമ്മളിങ്ങനെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേക്ക് ചെയ്ത് നിൽക്കാതിരിക്കുക. മാക്സിമം നിങ്ങൾ ജെന്യുവൻ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അവൾക്ക് നിങ്ങളൊരു യുണീക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ യുണീക്ക് എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, നമുക്ക് വളരെയധികം വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാറ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് അവർക്ക് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ അത് അവർക്ക് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതല്ല കേട്ടോ. ശരിക്കും നമുക്ക് ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമ്മുടെ പാർട്ട്ണറിനെ, ഇപ്പം അധികം എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിലാണെങ്കിൽ പോലും സ്ത്രീകളെ നമുക്ക് ഹാപ്പി ആക്കാനും അവരെ സർപ്രൈസ് ചെയ്യിക്കാനൊക്കെ കഴിയും. അപ്പോൾ ജസ്റ്റ് ഞാൻ 1-2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഒന്നാമത്തെ ഒരു എക്സാമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ, മേ ബി അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡേറ്റ്, അത് പൊതുവെ പുരുഷന്മാർ മറന്നു പോവാറുണ്ട്. അപ്പോൾ ആ ഒരു ഡേറ്റ് നിങ്ങൾ മറന്ന പോലെ ഭാവിച്ചിട്ട് ആ ഒരു ഡേറ്റിന്റെ സമയത്ത് നിങ്ങൾ അവർക്ക് വലിയൊരു സർപ്രൈസ് കൊടുക്കണം. അതിപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആവണമെന്നൊന്നുമില്ല. മേ ബി അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫ്രണ്ട്സിനെ അവരുടെ മുന്നിൽ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരുന്നു. ആ രീതിയിലുള്ള അവർക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള, ഇതുവരെ അവർ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ്, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു മൊമെന്റ് അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് അവരെപ്പോഴും ഓർത്തിരിക്കും. ആ ഒരു മൊമെന്റ് അവർക്ക് വേണ്ടി സമ്മാനിച്ച നിങ്ങളെയും ആ ഒരു മൊമെന്റ് അവരെപ്പോഴൊക്കെ ഓർക്കുന്നു, ആ ഒരു സമയത്തെല്ലാം അവർ ഓർത്തിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം സ്പേസ് ആണ്. റെസ്പെക്ട് ഹെർ സ്പേസ്. അതായത് നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. നമ്മൾ എത്ര കപ്പിൾ ഗോളാണ്, നമ്മൾ എത്ര കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറും നമ്മളും എത്ര അടിപൊളിയായിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ പോലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പേഴ്സണൽ സ്പേസ് നമ്മൾ എപ്പോഴും അറിഞ്ഞു കൊടുക്കണം. അല്ലാതെ നമ്മൾ എപ്പോഴും അവർ നമ്മുടെ കൂടെ വേണം എന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. നമുക്ക് വേണ്ട ടൈം നമുക്ക് തരുന്നുണ്ടെങ്കിൽ
ബാക്കി അവർക്ക് വേണ്ട ആ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ പല ആളുകളും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസിലും അവർ നമ്മുടെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് മേ ബി നമുക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും അവരുടെ ആ ഒരു പ്രസൻസ് നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ശരിക്കും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ്, തെറ്റ് പറയുകയല്ല. പക്ഷെ അപ്പൊ നിങ്ങൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു ടൈം കൊടുക്കാതിരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ സ്പേസും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ സ്പേസ് അവർക്ക് കൊടുക്കുകയും വേണം. അപ്പൊ അങ്ങനെ രണ്ടുപേർക്കും രണ്ടുപേരുടേതുമായിട്ടുള്ള പേഴ്സണൽ സ്പേസുകൾ ഉണ്ടാവുമ്പോൾ ആ ഒരു പേഴ്സണൽ സ്പേസിൽ നിൽക്കുന്ന സമയത്തും നമ്മളുടെ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അവർ നമ്മൾ ഓർക്കുന്നതും നമ്മൾ അവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് അവർ ആലോചിക്കുന്നതും അവർ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് നിന്നെ മിസ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. സോ ഒരാളുടെ പേഴ്സണൽ ബൗണ്ടറീസിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം, അത് അവർക്ക് കൊടുക്കാനും ശ്രമിക്കണം. ഇനി നാലാമത്തെ കാര്യം, നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ പല ആളുകൾക്കും ഇങ്ങനെയാണ്, ഇപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് വരുമ്പോൾ ഭയങ്കരമായി സ്നേഹം കാണിക്കുക. അതായത് ആ സമയത്ത് നമുക്ക് സ്നേഹം അറ്റ് പീക്കായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആ സ്നേഹം നേരെ താഴോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇങ്ങനത്തെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒന്നെങ്കിലും ഒരു ഹൈക്ക് അല്ലെങ്കിൽ ഒരു താഴേക്കുള്ള പോക്ക്, ഈ രീതിയിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതൊരിക്കലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇമോഷണലി ആണെങ്കിലും അതേപോലെ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും വളരെയധികം മോശം സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് മാറ്റിയിട്ട് ഒരു കൺസിസ്റ്റൻസി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം, നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് എപ്പോഴും അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരാൾക്കും കഴിയില്ല എപ്പോഴും ഇങ്ങനെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ. അത് ഒരു എന്താ പറയുക, നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ത്രൂ ഔട്ട് ലൈഫിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരു ദിവസം ഭയങ്കര സ്നേഹം കൊടുത്തിട്ട് പിറ്റേ ദിവസം അത് നേരെ താഴോട്ട് പോകുമ്പോൾ ഒരു പാർട്ട്ണറിനും അത് സഹിക്കാൻ കഴിയില്ല. സോ നിങ്ങൾക്ക് എത്രയാണോ സ്നേഹം അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ അവർക്ക് കെയർ കൊടുക്കാൻ കഴിയുന്നത്, ആ ഒരു ലെവലിൽ മാത്രം അവരോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ പോലും അവരുടെ അടുത്ത് ഒരു സ്ട്രേഞ്ചറിനെ പോലെ ബിഹേവ് ചെയ്യാതെ ആസ് എ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അവരെ കൺസിഡർ ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം, ഫോക്കസ് ഓൺ യുവർ ഓൺ ലൈഫ്. നിങ്ങൾ പാർട്ട്ണറായിട്ട് ഡിപ്പെൻഡഡ് ആയിരിക്കാം മേ ബി, അല്ലെങ്കിൽ നിങ്ങൾ ആ പാർട്ട്ണറെ അത്രയും അധികം സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ രണ്ടുപേരും ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഓൺ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ഗ്രോത്തിനെ നിങ്ങൾ ഉറപ്പായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളും നിങ്ങളെ വാല്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നതും. സോ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് ഒരു പരിപാടിക്കും നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഈ റിലേഷൻഷിപ്പും നിങ്ങൾ കൊണ്ടുപോവുക. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഒരിക്കലും റിലേഷൻഷിപ്പിനെ നമ്മൾ ഫുള്ളായിട്ടുള്ള ലൈഫ് ആക്കിയിട്ട് നമ്മൾ ഒരിക്കലും മാറ്റരുത്. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നമ്മൾ ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പം റിലേഷൻഷിപ്പിനെ നമ്മൾ നമ്മുടെ വേൾഡ് ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് മൊത്തം റിലേഷൻഷിപ്പ് ആണെന്നും വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി നമുക്ക് ലൈഫ് തന്നെ വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലൊരു കാര്യം മാത്രമാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിനെ നമ്മൾ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ സെൽഫ് ഗ്രോത്തിനും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ പോലും അത് ഫ്യൂച്ചറിൽ ഒരു ഹാർട്ട് ബ്രോക്കണിലേക്ക് പോകുന്നതിൽ നിന്നും കമ്പാരിറ്റീവ്ലി ആ ഒരു ഹാർട്ട് ബ്രോക്കണിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരിക്കലും
ഒരു പേഴ്സൺ നിങ്ങളെ ഓർക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് സ്നേഹത്തോടെ ഓർക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ പോയി അവരെ ചേസ് ചെയ്യരുത്. മറിച്ച് അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ അട്രാക്റ്റഡ് ആവുന്നതായിട്ടും നിങ്ങളെ ഓർക്കുന്നതായിട്ടും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അവർ നിങ്ങളോട് തന്നെ വന്ന് പറയുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ റാഷ്ന സൈനിങ് ഓഫ്.